കടവ്, അതായത് അങ്ങനെ ഒരു നാമം ആരാണ്? ഇക്ക തന്നെയാണ്? അല്ല, എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ബോംബെയിൽ നിന്ന് വരുമ്പോൾ അന്ന് കരിപ്പൂർ എയർപോർട്ട് ഇറങ്ങുമ്പോൾ സമയത്ത് ഞാൻ ഐലൻഡ് കണ്ട്. ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു ഈ കടവിൻ്റെ തൊട്ടടുത്ത്. അത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്തു. ഞാൻ വിൻഡോ സൈഡിലിരുന്നിരുന്നത്. അപ്പോൾ ഈ ഐലൻഡ് കണ്ട ഉടനെ ഞാൻ എൻ്റെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്ത്. എന്തോ ഒരു നല്ലൊരു പ്രകൃതി എനിക്ക് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് കണ്ട് ഞാനിവിടെ വന്നിട്ട് ഫറൂഖ് കോളേജിൽ വന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഫറൂഖ് കോളേജിൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോകണമെന്ന് പറഞ്ഞു. നടന്നു പോയി, ഞങ്ങൾ 1.5 കിലോമീറ്റർ നടന്നു പോയി. അവിടെ ചെന്ന് അപ്പോൾ എൻ്റെ അളിയൻ പറഞ്ഞു, ഒരു കടവുണ്ട് അവിടെ, അത് തോണിക്ക്. ആ കടവിൽ നിന്ന് നമുക്ക് തോണിയെടുത്ത് ഐലൻഡിൽ പോയിട്ട് ഐലൻഡ് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഐലൻഡിൽ ചെന്നപ്പോൾ ഐലൻഡ് കാണുന്നില്ല. കാരണം ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും, നിങ്ങളെ ഫേസ് എനിക്ക് കാണാം. അതേ അനുഭവമാണ് എനിക്ക് ആ ഐലൻഡിൽ നിന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ഥലം എടുത്തിട്ട് ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കടവ്. അന്ന് അവിടെ റോഡൊന്നുമില്ല. 94 സ്ഥലം വാങ്ങി അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഡെവലപ്പ് ചെയ്യുമ്പോൾ പലവരും പറഞ്ഞ് ഇത് വന്നപ്പോൾ ഈ വഴിക്ക് പോകാൻ കഴിയില്ല, ഫറൂഖ് വഴി കോളേജ് വരണം, എന്നാലേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ പലരും പറഞ്ഞു ഇത് ഫെയിലിയർ ആയിരിക്കും, ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും, ഇയാളെ പൈസ പോയത് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ റിസ്ക് എടുത്ത് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു ബിസിനസ്സുകാരൻ, സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാവാം, പക്ഷെ ഒരു ബിസിനസ്സുകാരനും ആ സമൂഹത്തിൽ കടപ്പെട്ടിരിക്കണം. ഒരു ബിസിനസ്സുകാരനെ ചുറ്റിപ്പറ്റി ഒരു സമൂഹം ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു ബിസിനസ്സുകാരനാവാൻ എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്? മിക്കവരും ചെയ്യുന്നത് പല ആർട്ടിഫിഷ്യലായിട്ട് പലരും സ്നേഹം പ്രകടിപ്പിക്കുക. അതെനിക്ക് കഴിയില്ല. എൻ്റെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഇഷ്ടമുള്ളവരെ സ്നേഹിക്കും. പരിചയപ്പെടാനും ആൾക്കാരായിട്ട് കൂടുതൽ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടെങ്കിലും വളരെ ചുരുക്കം തിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അത് നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ള ഫ്രണ്ട്സ് വളരെ ആത്മാർത്ഥമുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു മോശം കാര്യങ്ങൾ ചെയ്ത് ചീത്തപ്പേരുണ്ടാക്കരുത്. അതും നമുക്ക് ദോഷം ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ സക്സസ് ആവും. നമ്മൾ പൈസയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇതെല്ലാം പോയി പരാജയപ്പെടും. പൈസയാണ് മെയിൻ അൾട്ടിമേറ്റ്. പലവരുടെയും എൻ്റെ ടൂറിസത്തിലായാലും പല ബിസിനസ്സിലായാലും പൈസയാണ് പല ആൾക്കാരും മോട്ടീവ്. എവിടെ ചെന്ന് എന്നെ വിശ്വസിക്കുന്ന ഒരു ക്വിക്ക് മണിയല്ല ആ ടൂറിസം എന്ന് പറഞ്ഞ്. അതിന് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, സ്വെറ്റിങ് ഒരുപാട് സംഗതി ചെയ്യുന്നുണ്ട്. അങ്ങനെ അധ്വാനിച്ചാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കിട്ടുന്ന ആ പണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുക. കാരണം അത് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നു. അതെ, നമ്മളിപ്പോൾ എൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനായാലും മറ്റേ റിസോർട്ടായാലും എൻ്റെ സാലറി, ഞാൻ കൊടുക്കുന്ന സാലറി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. മറ്റുള്ള അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു 50% കൂടുതലാണ്. അത്രയും വളരെ നല്ല അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പൈസ കൊടുത്തു എല്ലാം ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ അവരെ സ്നേഹം കൊടുത്തിട്ടേ നമുക്ക് അവരെ കയ്യിലെടുക്കാൻ പറ്റൂ. കുറേ വർഷക്കാലമായി ഈ വ്യവസായ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയ ഒരാളാണ് താങ്കൾ. കാരണം പ്രശ്നങ്ങളും പ്രതിസന്ധി ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല. അതിനെ ഒരു രസകരമായും അതിനെ വളരെ ഒരു സ്പിരിറ്റോടുകൂടി കണ്ട് അതിനെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ തരണം ചെയ്തു. കാരണം പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു റെസ്റ്റ് ഇല്ലാതെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിലുള്ള ഓട്ടം. കാരണം ഓരോ സമയങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്ന തോന്നൽ, നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എത്രത്തോളമാണത്? അത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ 67 വയസ്സായി. ഈ 67ാമത്തെ വയസ്സിലും ഞാൻ സൺഡേ പോലും വീട്ടിലിരിക്കാറില്ല. ഇപ്പോൾ വയനാട്ടിലെ റിസോർട്ട്, കാരണം വയനാട് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഹബ്ബാണ്. കേരളത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള എന്ന് നമുക്ക് പറഞ്ഞാൽ മൂന്നാറിനെ പോലെ അതിനേക്കാൾ മേളിൽ. കാരണം ഇതിൽ ഫോറസ്റ്റും കാടുകളും മലപ്രദേശങ്ങളും ഒക്കെയുള്ള നല്ല ഒരു ക്ലൈമറ്റ് നൽകുന്ന വയനാട് ജില്ല, ആ മലനാട്ടിൽ ഒരു റിസോർട്ട് തുടങ്ങി, അതും വിജയിപ്പിച്ചിരിക്കുന്നു. കാരണം വലിയൊരു എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന, കാരണം വന്നു കഴിഞ്ഞു എന്നുള്ളതാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു ലൈൻ
അത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു റിസോർട്ടായിട്ട് മാറാൻ പോകും. തീർച്ചയായും അത് 200 റൂംസുള്ള ഒരു കോട്ടേജ് അടക്കം 86 കോട്ടേജസും അടക്കം 200 റൂമുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. ഒരു കൺവെൻഷൻ സെൻറ്ററും അവിടെ വരുന്നുണ്ട്, 2000 പേർക്ക് ഇരിക്കാവുന്നത്. അപ്പോൾ ഒരു മൈസ് ടൂറിസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൈസ് ടൂറിസം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഹോട്ടൽസും ബെനിഫിറ്റഡ് ആവും. കാരണം ഒരു കോൺഫറൻസ് വരികയാണ്, കോൺഫറൻസിൽ വന്നാൽ നമ്മളവിടെ 100 റൂംസേ കൊടുക്കാനുണ്ടാവുള്ളൂ. ഒരു 1500 ആളെ കോൺഫറൻസ് ആണെങ്കിൽ 1000 റൂം അവിടെ ബെനിഫിറ്റഡായി, മറ്റുള്ളവർക്കും ബെനിഫിറ്റഡായി. നമ്മുടെ കൂടെ ഉള്ള ഒരു കോമ്പറ്റീഷൻ അല്ല, മറ്റുള്ളവരെയും കൂടെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഞാൻ ജനറലായിട്ട് ചിന്തിക്കുന്നത് ടൂറിസം വളരട്ടെ. വയനാട് മൂന്നാർ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കേരളയിൽ വയനാട് തന്നെ. ടൂറിസം ഹബ്ബ് എന്ന് പറഞ്ഞാൽ വയനാട്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇപ്പോൾ ചെറിയ ചെറിയ റിസോർട്ട് 10, 30, 20, 5 റൂം 10 റൂം കുറേ ഹോം സ്റ്റേയൊക്കെ ഉള്ളത്. അതിനെ മാറ്റിയെടുത്തിട്ട് ഒരു മൈസ് ടൂറിസം, വലിയ ഇൻ്റർനാഷണൽ കോൺഫറൻസ് അവിടെ കൊണ്ടുവരിക. അപ്പോൾ ജനങ്ങൾ അറിയും. ഇൻ്റർനാഷണൽ കോൺഫറൻസ് വന്നാലേ ഇപ്പം കട പറഞ്ഞ മാതിരി അതിനേക്കാൾ ഉപരി ഇതിനെ ഞാൻ വയനാട്ടിനെ അറിയിക്കുന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഒരുപാട് പുരസ്കാരങ്ങൾ ഇക്കായെ തേടി വന്നിട്ടുണ്ട്. പണ്ട് പലരും പുരസ്കാരങ്ങളുടെ പിറകെ പോകുമ്പോൾ പുരസ്കാരങ്ങൾ ഇക്കായെ അന്വേഷിച്ചാണ് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് അവാർഡുകൾ, ബെസ്റ്റ് എൻ്റർപ്രണർ, ഔട്ട്സ്റ്റാൻഡിങ് എൻ്റർപ്രണർ, പിന്നെ ഏറ്റവും ടൂറിസത്തെ കൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇക്കാക്കും തേടി. ഈ അവാർഡുകളെല്ലാം കിട്ടുമ്പോൾ എന്താണ് ഇക്കയുടെ മനസ്സിൽ തോന്നുന്നത്? അവാർഡുകൾ വരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. മറക്കാനാവാത്ത ഒരു പുരസ്കാരം എന്തായിരുന്നു? ഏറ്റവും ആകർഷണമായ ഒരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ ലണ്ടൻ ഹൗസ്, നമ്മളെ മദർ പാർലമെൻറ്റ് വെച്ചിട്ട് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. കേരള ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഒരു പുരസ്കാരം കിട്ടിയിരുന്നു. അവിടുത്തെ ലണ്ടനിലെ മിനിസ്റ്ററാണ് തന്നത്. കുറച്ച് പേർക്കുണ്ടായിരുന്നു, കേരളത്തിന് കുറച്ച്, എനിക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്കുണ്ടായിരുന്നു. ഇക്കയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്?